ഒരു പരിപാടിയാണ്. Hold your breath, hear it rising slow, like a storm that you already know. Tension high, got your chest on fire, ready for the spark to light that wire. Where the boom comes, boom, feel it in your bones when the top goes boom, like it hits like thunder in the monsoon. We shake the room. അല്ല ബാക്കി പറ ആന്റി. അല്ല ചേച്ചി പറയാം, പക്ഷെ ഒരാളെയും കൂടി നീ കൊണ്ടുവരണം. ആ അമ്മാവനെ മതിയോ? അല്ല വേണ്ട, അമ്മാവൻ കിടപ്പൊരു ആന്റിയെ കൊണ്ടുവന്നാ മതി. വയസ്സായവരെയൊന്നും വേണ്ട. ആന്റിക്ക് സാധനമൊന്നും വേണ്ട. അല്ല അങ്ങനെയാണെ ചേച്ചിക്കും വരാൻ പറ്റൂലല്ലോ, ചേച്ചിക്കും വയസ്സായല്ലേ. പ്ലാൻ എന്റെ അല്ലേ? ഏത് പ്ലെയിൻ? ഇതിനിടയ്ക്ക് പ്ലെയിനൊക്കെ വാങ്ങിച്ചാ? പ്ലെയിൻ അല്ല, പ്ലാന്, പദ്ധതി. കാട്ടുതീയാ. നിനക്ക് അയാളെ കൊണ്ടുവരാൻ പറ്റൂ? പിന്നെ അയാളുടെ ഫോട്ടോ ഞാൻ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. അയ്യോ വേണ്ടായിരുന്നു, ഞാൻ എന്റെ ഫോട്ടോ പോലും വാട്സാപ്പിൽ വെക്കാറില്ല. നീ ഇത് കുളവാക്കോട്. വെള്ളം ഉണ്ടേ ആക്കാറുണ്ട്. പോയി വിളിച്ചിട്ട് വാടാ. അപ്പൊ എല്ലാം ചേച്ചി പറയുന്നു അല്ലെ? അതിലേ അല്ല ഇതിലേ. എനിക്കറിയാമല്ലേ, എനിക്കറിയാമല്ലേ. ഡയറക്ഷൻ മാറിപ്പോയി. 2000 രൂപ ഞാൻ തരുമെന്നും പറ. അല്ല അപ്പൊ ഈ ഞാൻ ആരാന്ന് അവൻ ചോദിച്ചാ ഞാൻ എന്തോ പറയും? ശ്രീലക്ഷ്മി പറഞ്ഞാന്ന് പറഞ്ഞാ മതി. അല്ല അപ്പൊ ഈ ശ്രീലക്ഷ്മി ആരാന്ന് ചോദിച്ചാലാ? അത് ഞാനാന്ന് പറഞ്ഞാ മതി. എന്റെ പേര് ശ്രീലക്ഷ്മി അല്ലല്ലോ. എന്റെ പേരാണല്ലോ. അല്ല അതങ്ങനെ ശരിയാവും? മാത്തമാറ്റിക്കലി അതങ്ങ് ശരിയാവുന്നില്ല. കുഴപ്പമില്ല, എല്ലാം ശരിയാവും. നീ പോയിട്ട് വാ. അങ്ങനെ അങ്ങനെ ചേട്ടാ ഒരു സഹായം വേണം. എന്താടാ ചേട്ടാ ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. ഓണപരിപാടിയാണോ? മാവേലിയായിട്ട് ഞാൻ വരികയില്ല. മാവേലിയായിട്ട് ഇപ്പൊ കരുവളവരൊക്കെ എടുക്കാറ്. ഞാൻ കൊറേ മാവേലിയായിട്ട് പോയിട്ടുള്ളതാ. എന്താ പരിപാടിയാ? അത് നീ ആദ്യം പറ. നമ്മുടെ ശ്രീലക്ഷ്മി ചേച്ചി പറഞ്ഞ ഒരു പരിപാടിയാ. നിന്നെ എന്നെ എവിടെയാ കണ്ടിട്ടുണ്ടല്ലോ. ചേട്ടാ ചേട്ടന് വാച്ചില്ലല്ലേ? ഈ വാച്ച് ചേട്ടൻ എടുത്തോ. താങ്ക് യു. അല്ല പക്ഷേ ഈ വാച്ചിട്ട് എനിക്കരുത്. ചേട്ടൻ എടുത്തോ ചേട്ടാ, അതും കുഴപ്പമില്ല, എനിക്ക് വേണ്ട, അതുകൊണ്ടാ ചേട്ടൻ എടുത്തു. പക്ഷേ ഇത് ലേഡീസ് വാച്ച് ആണല്ലോ, ഞാൻ ലേഡി അല്ലല്ലോ. അല്ലല്ലേ? അല്ല അല്ല എന്നാലും വെച്ചോ. ഓക്കെ. അല്ല എന്നാലും ഇത് ലേഡീസ് വാച്ച് അല്ലേ? ലേഡീസ് വാച്ച്. ചേട്ടാ ഞാൻ കേയാ. ഓ A few moments later. മനസ്സിലായല്ലോ എന്നെ? പോലീസാ. ഹലോ സാർ. എന്തായിരുന്നു? ഈ വാച്ച് എന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. വാച്ചോ? പിന്നെ വല്ല വാച്ച് ഷോപ്പിലും കണ്ടു കാണും. ഈ വാച്ച് കാണാൻ കൊള്ളാല്ലേ? നല്ല വാച്ചാ, കൊള്ളാം. നിനക്ക് ഈ വാച്ച് എവിടെ നിന്നാ കിട്ടിയത്? ഇപ്പൊ ഇതിൽ ഓടിപ്പോയി കൊടുത്ത് എനിക്ക് വാച്ച് തന്നിട്ട് പോയതാ. നല്ല കഥ. ഉപ്പിലിട്ട് വെച്ചു. അതാണ് നടന്നത്. അങ്ങനെ പോയി സംഭവിച്ചത്. വാച്ച് എന്താ ഇന്ന്? വാച്ചൊന്നും എനിക്ക് വേണ്ട, സ്റ്റേഷനിലോട്ട് പോരെ. സ്റ്റേഷനിലോട്ട് ഞാൻ ഇനിയും വരണോ? ഓക്കെ പോവല്ലേ? കള്ളൻ. നമുക്ക് വാച്ച് വാച്ച് ആ ചേട്ടൻ ഈ ചേട്ടനല്ലേ? അപ്പൊ സോറി ചേട്ടാ, അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വമല്ലേ. കുറെ നാളെ ഇവിടെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഒരു തെമ്മാടി തരം പരിപാടിക്ക് ഞാൻ ഇല്ല. വീട്ടുകാരെ വേണ്ടെങ്കിൽ വേണ്ട, 2000 രൂപ ദിവസം കിട്ടുന്ന പരിപാടിയാന്നൊക്കെ ഏട്ടെ. 2000 രൂപ ശരിക്കും തരും? പിന്നല്ലേ, ഇങ്ങനെ മര്യാദയ്ക്ക് വിളിച്ചാൽ ഞാൻ വരുമല്ലോ. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ സീരിയസ് അല്ലേ? നമ്മള് എത്താറായി. സീരിയസോ? എന്റെ പേരിൽ ഒരു കൊലക്കേസും. പാഴയിലൊന്നും കാണിക്കുന്നില്ലല്ലോ. എന്താ സാറേ? നിനക്കെതിരെ ഒരു കൊലക്കേസുണ്ടല്ലോ. എനിക്കെതിരെയോ? കൊലക്കേസോ? വിളിച്ചെടുക്ക്. അല്ല, അത് ഞാൻ ഒന്ന് സോൾവ് ആക്കിയായിരുന്നല്ലോ. ഞാൻ അതിനകത്ത് ഒരു പഴം പോലും പറയാതെ അവർക്ക് കൊടുത്തായിരുന്നു. പഴോ? സ്റ്റേഷനിലോട്ട് പോരെ. ജയിലിലോട്ട്? സ്റ്റേഷനിലോട്ട് ഞാൻ വരാം. ഞാൻ ഇവിടുത്തെ വന്നാൽ മതിയോ സാറേ? സ്റ്റേഷനിലോട്ട് നമ്മളിപ്പോ ഒരുമിച്ച് പോകും. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? അത്രയും പ്രശ്നമായില്ലേ ഈ കൊലപരിപാടി? ഞാൻ എപ്പോഴും പലയിടത്തും ചെയ്യാറില്ല, പക്ഷെ പിന്നെ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോ ചില കാശിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇറങ്ങും. സാറേ, മാത്യു കൊലക്കേസിലെ പ്രതിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്.
അങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. ഏത് മാത്യാസ്? ആ കൊല്ലം ഈ കൊല്ലം? അയ്യോ സാറേ, താനൊരു ദുരന്തം തന്നെ. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. ഞാൻ വലിയ ഉണ്ടയാണ്. നൈസ് ഹൗസ്. നൈസ് ഹൗസ്. ആ വന്നോ എല്ലാരും? ശ്രീലക്ഷ്മി ആണല്ലേ? ആണല്ല, പെണ്ണ്. മനസ്സിലായല്ലോ. ഇല്ല, മനസ്സിലായില്ല. ചേച്ചി പറയേച്ചി. ഇത് ഒരു വലിയ പരിപാടിയാണ്. ഇത് ഈ കിഴങ്ങനും കുറെ നേരം പറഞ്ഞോണ്ടിരിക്കുക അല്ലടാ കിഴങ്ങ? അതെ. നിങ്ങള് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം മോഷ്ടിക്കണം. മോഷ്ടിക്കുന്നതിന് ഒന്നും എനിക്കൊരു കുഴപ്പമില്ല. ദിവസം 2000 രൂപ തരും. സാധനം എടുത്തു കഴിഞ്ഞാൽ 20,000 രൂപ തരും. ഒരു നല്ല ഡീലായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഈ അലലാദിനൊക്കെ എന്താണ് കൊണ്ടുവന്നത്? ലോക്കലാണ് ഇവൻ. കരയുന്നു. കണ്ണിൽ പൊടി പോയി ചേട്ടാ. ആ പൊടിക്കൊന്നും പറ്റിയില്ലല്ലോ. ആ ചേച്ചി അത്രയല്ലേ ഉള്ളൂ. പരിപാടി ചെയ്യാൻ നിങ്ങൾക്ക് വല്ല പറ്റുമോ ഇല്ലയോ? ഒരു കുഴപ്പമില്ല. ആ പരിപാടി ഞങ്ങൾ ഏറ്റു. പഴുത്തായിരിക്കും കേട്ടോ. എടാ എന്റെ വീടിന്റെ അടുത്ത് വാഴ വെക്കാനായിട്ട് ഒരു കുഴി എടുത്തായിരുന്നു. അപ്പൊ ചേട്ടനൊക്കെ തപ്പള കേറിയിരിക്കുന്നേ എന്തിട്ട്? അല്ല, വാര വെക്കാനെന്നല്ലേ പറഞ്ഞു. നിന്നെ കുഴിച്ചു പോടാ. മണ്ടത്തിനാ പറയാൻ നിർത്തിക്കണം. ഓക്കെ അല്ലേ? നീ പറയത്തില്ലല്ലോ. പറയൂല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മലയാളം. തോമനെ, ഈ കൈ കൊണ്ട് ഞാൻ മൂത്തിനോട് അടിച്ചാൽ വേദന എടുക്കൂ? വേന എടുത്തോ? എടുത്തു. അപ്പൊ വേന എടുക്കും. ഇവിടെ ചോന്നോ? ഒരടിയും കൂടെ തന്ന ചോക്കുമായിരിക്കും. വേണോ? വേണ്ട വേണ്ട, ഹാപ്പി. ചേച്ചി ഇനി ഒന്നും പറയണ്ട. ഞങ്ങൾ ഈ പരിപാടി തീർത്തിട്ട് വഴി മാറാ മുണ്ടൊക്കെ. ശേഖര, അതല്ലേ പറയാൻ വന്നേ. എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അല്ല, നമ്മൾ ആരുടെ സാധനം മോഷ്ടിക്കണം? അത് നമ്മൾ അറിഞ്ഞില്ലല്ലേ? ഇല്ല. എന്നാ ശ്രമിക്കാം. ചേച്ചി, ഇപ്പൊ ഞങ്ങൾ ആരുടെ അടുത്ത് ഈ സാധനം മോഷ്ടിക്കണ്ടേ? പറയാം. ഒരാളും കൂടെ വരാനുണ്ട്. അത്ര നേരം കൂടെ നിങ്ങൾ അവിടെ ഇരി. എനിക്ക് അതിന് വെറുതെ ഇരിക്കാനും പറ്റില്ല. എനിക്ക് 100 പണിയുള്ള മനുഷ്യനാ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക ആദ്യം. തത്തമ്മ എന്നോട് സംസാരിക്കുന്ന അറിയോ? ഇല്ല. നാക്കളോട്. Oh my god. ചേട്ടാ, ചേട്ടനും ബോക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ഇല്ല. രണ്ടിനും തലച്ചോറില്ലല്ലോ. കോമഡി ആയിരുന്നു. അല്ല, തമാശയായിരുന്നു. നിങ്ങൾ കാത്തിരുന്ന ആള് വന്നു. നീയൊക്കെയാണ് എന്റെ പണിയെടുക്കാൻ വന്നവർ. അല്ല, നീ എന്റെ ഒക്കെ കൂടെയാണ് പണിയെടുക്കാൻ വരുന്നത്. അങ്ങോട്ട് വരെ ഇങ്ങോട്ട് വന്നേ. നിന്റെ പേരെന്താടാ? ആൽബർട്ട്. ആൽബർട്ട് ഐസിന്റെ വിലവരായിട്ട് വരുമോ? ഇല്ല, തൽക്കാലം വരൂല. ചേച്ചി പറ. നോക്ക, ഇതാണ് ആൾ. Oh my god. അതല്ലേ ഇത്? ഇത് ചേച്ചി തന്നെ ഫോട്ടോ ആയ ചേച്ചി മാറിപ്പോയതായിരിക്കും. അതിന്റെ ഇരട്ട സഹോദരി. രണ്ട സഹോദരി. ഉരുട്ടെ ഇരുട്ടാന്നാ പറഞ്ഞു. ഇരുട്ട. നാളത്തെ കഴിഞ്ഞ് ഇവിടെ വരും. അപ്പോൾ അവിടെ കയ്യിൽ നിന്ന് ഒരു സാധനം മോഷ്ടിക്കും. അല്ല, ഇവിടെ വരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനും ഞങ്ങള് മോഷ്ടിക്കണം? ഇത് ഞങ്ങളുടെ വീടല്ല, മൂത്തുമൂത്തച്ഛന്റെ വീടാ. ഞങ്ങള് രണ്ടുപേരും ഓരോ മാസം ഇടവിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് താമസിക്കും, ഒറ്റയ്ക്ക്. പരിപാടി സിമ്പിളായല്ലോ അല്ലടാ? നിങ്ങൾ ചുമ്മാ പോയി അടിയുണ്ടാക്കി സാധനം മേടിച്ചോണ്ട് വന്നേക്കരുത്. ഇടിച്ചു കയറി മേടിക്കാം. ഇവൻ എന്നെ അടി പിടിക്കും കേട്ടോടാ. നീ അറിയണം. അവിടെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് വേണം നിങ്ങൾക്ക് മോഷ്ടിക്കാൻ. ആണ്ട കിടക്കണ്. എന്ത് ഒലക്ക സാർ, രണ്ടും ദുരന്തം. അപ്പോൾ നാളെ ഞാൻ പോകും. അപ്പോൾ അവിടെ വിശ്വാസം പിടിച്ചു പറ്റി വേണം നിങ്ങളെ മോഷ്ടിക്കാൻ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. അപ്പോൾ ഹാപ്പി അല്ലേ? എന്തിനാണ് മോഷ്ടിച്ചിട്ട്? നമ്മൾ ഗുണ്ടകളാണ്.
മോഷ്ടാക്കളല്ല. ഈ ഡയലോഗ് എന്താണ് ഇപ്പൊ പറഞ്ഞത്? ട്രെൻഡ് കയറി പിടിച്ചതാ. ആദ്യം പിടിച്ചത് Oh my god. നിങ്ങൾ മോഷ്ടിക്കേണ്ടത് ഒരു ശംഖുപുഷ്പം. എൻ്റെ അമ്മൂമ്മ തന്നതാ. പക്ഷെ അവൾ അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ചോദിച്ചാൽ ഒട്ട് തരത്തുമില്ല. ഓക്കെ ഓക്കെ. The next day. അപ്പോ നിങ്ങൾ റെഡിയല്ലേ? അല്ല ഞാൻ ക്ലീറ്റസാ. ഞാൻ ആൽബർട്ടാ. നമുക്ക് പ്ലാൻ സക്സസ് ആക്കാം. കം ഓൺ. അല്ല അപ്പൊ നമ്മളെങ്ങനെയാണ് ഈ വിശ്വാസം പറ്റി പിടിക്കുന്നത്? അല്ല പിടിച്ചു പറ്റുന്നത് അത് തന്നെ. ഇത് ഓണ സീസൺ അല്ലേ, നമുക്ക് പിരിവുകാരായിട്ട് പോവാം. അല്ലേ, ഞാൻ പറഞ്ഞല്ലേ? കമോൺ. എടാ നമ്മള് പിരിവുകാരാണ്, ഭിക്ഷക്കാരല്ല. ചേച്ചിയേ ചേച്ചി. ആരാ മക്കളെ? നിങ്ങൾ ഇങ്ങോട്ട് കയറി വാ. ഹലോ. നമസ്കാരം. നമസ്തേ. നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല. ഓണപ്പിരിവ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം വല്ലതും ഉണ്ടോ? പാട്ടുണ്ട്, പാട്ട്. പെട്ടു. കൂടെ വന്നാ മതി, കൂടെ പാടിയാ മതി. ഓണ സദ്യ കഴിച്ച മടുത്തു ബിരിയാണി മതി, നിങ്ങളെ കണി കാണാൻ വന്നതെന്ന് പറഞ്ഞാ മതി. ചോര സാമ്പാർ പരിപ്പ് പായസം കഴിച്ച് മടുത്തു, എനിക്ക് ചിക്കൻ ആൻഡ് ബിരിയാണി തന്ന സന്തോഷം. പാതാളത്തിലെ AC ഇല്ല, ചൂടാണ്, എനിക്ക് AC വേണം, ഫാന് വേണം, ബിരിയാണി വേണം. എങ്ങനെ ചേച്ചി? സത്യം പറഞ്ഞോ സങ്കടമാണ്. ഇവൻ ചിലപ്പോ കരയും. ഞാനോ? കറക്റ്റാ. എത്ര വേണം? ഇപ്പൊ വേണ്ട. ശ്രീലക്ഷ്മി ചേച്ചിക്ക് ഞങ്ങളെ അറിയായിരുന്നു. ഇനി ഞാൻ എന്നാ വേണം? അവിടെ കിട്ടി. ശ്രീലക്ഷ്മി ചേച്ചിക്ക് ഞങ്ങളെ വലിയ കാര്യമായിരുന്നു. അല്ല നിങ്ങൾക്കിപ്പം പിരിവ് കിട്ടിയ പോരെ? ആശ. ഷായോ? ചായ ചായ ഷാല്ല ചായ കിട്ടിയ കൊള്ളായിരുന്നു. പാലില്ലല്ലോ മക്കളെ. കട്ട ചായ മതി. കട്ടൻ കാപ്പിക്ക് ഇടാനുള്ള കാപ്പിപ്പൊടിയും ഇല്ല. എനിക്ക് പറഞ്ഞ നിങ്ങളൊന്നും തരൂല ചേച്ചി. കറക്റ്റാ മോനെ. അല്ല ചേച്ചി ശ്രീലക്ഷ്മി ചേച്ചി ഞങ്ങൾക്ക് ഇവിടെ ഒരു പണി തരാമെന്ന് പറഞ്ഞായിരുന്നു. എന്ത് പണി നിങ്ങൾ ചെയ്യും? എന്ത് പണിയും ചെയ്യും. ഇവിടെ പറമ്പിൽ പണിയാൻ പറ്റുമോ 3 പേർക്കും? പിന്നെ അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ഇത് നിങ്ങൾ തുടങ്ങിക്കോ. വലിയ ഉപകാരമുണ്ട് ചേച്ചി. Boom comes. Yeah. We own it. അല്ലേ? എനിക്കറിഞ്ഞൂടാ. അവ തൂമ്പ അല്ലേ? ആ തൂമ്പ വാടാ, തൂമ്പ എടുക്കാം. Oh my god. കൊള്ളാം. ഈ മഞ്ഞപ്പിത്തം കൊള്ളാം. മഞ്ഞപ്പൂ. അത് തന്നെ. A few moments later. നമുക്ക് ആ ചേച്ചിയോട് വിശ്വാസം പിടിച്ചു പറ്റിയാലോ? അടുത്തു പണിയെടുത്തെന്ന് പറയാൻ പാ. അതായിട്ട് ഇത്ര മേലാണെങ്കിൽ പണിയെടുത്ത ചേച്ചി. വന്നോ? നമുക്കൊരു പാട്ട് കേൾക്കാം. കർത്താവേ. ഡാൻസ് കളിക്കാം. That the bottom can come. Step in the room, it's a red alert. Crowd get wild when they feel that work. Like flash quick, like a thunderburst. Upbeat match in the bass, it hurts. I'm the one they call when the game gets loud. Saving the king, yeah, I run this crowd. From the ground up, make my crown tough. Every drop hit hard, never stop. So hold your breath, hear it rising slow. Like a storm that you already know. Tension high, got your chest on fire. Ready for the ഞാൻ തന്നെ പറയും കേട്ടോ. Oh my god.
മോനെ വേദനയുണ്ടോ? കുഴപ്പമില്ല ചേച്ചി, കുറയുന്നുണ്ട്. പിന്നെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു നൂലാമാല. അതെന്ത് മാല? അത് മറ്റേ പൂമാലയ്ക്ക് മുമ്പേ വന്നു. എന്നാ മോനെ നിനക്കൊരു വിഷമം എന്നോട് പറ. നിങ്ങൾ രണ്ടുപേരും കൂടെ അവർക്ക് ശങ്കെടുക്കാൻ നോക്കും, ഞാൻ സംസാരിച്ച് നിർത്തിക്കോളാം. എൻ്റെ ജീവിതം അതൊരു വലിയ കഥയാണ്. ഞാനതൊരു വലിയ കഥയായിട്ട് തന്നെ പറയാം. നീ വാ മോനെ, നമുക്ക് കഥ പറഞ്ഞിരിക്കാം. ഞങ്ങളെന്നാ കിളയ്ക്കാൻ പോയിട്ട് വരാ. നിന്റെ ജീവിതം എന്നാ ദുരന്തമാകാൻ കാരണം? അതിൽ മെയിൻ ഞാനായിരുന്നു. റേഡിയോ വാങ്ങിക്കോ. അതെന്ത് വാങ്ങോ? അങ്ങനെയൊക്കെ വാങ്ങിക്കോണ്ട് ബാ, നമുക്ക് ശംഖ് നോക്കാം. Oh my god. ഇതിലാണോ ശങ്ക്? അതെ അതെ അതെ. ചേച്ചി, എനിക്ക് ഇത്തിരി ചൂടുവെള്ളം കിട്ടുമോ? ഇപ്പൊ കൊണ്ടുവരാ കേട്ടാ മോനെ. വേണ്ട. Raccoon comes. ശംഖ് എടുത്തോണ്ട് ഓടും. We on it. Energy rising like sun in the veins. Eyes locked, face locked. Raccoon comes. Raccoon comes. Stop. Light splash. Now it be run. Oh my god. നീ ഒറ്റ പൊട്ടിച്ചത് എന്തിന്റെ ഷോക്കായിരുന്നു നിനക്കൊക്കെ? സോറിടാ, അറിയാതെ. ശ്രീലക്ഷ്മി ചേച്ചിയോട് ഞാൻ ഇനി എന്തോന്ന് പറയും? അവരുടെ അമ്മൂമ്മ കൊടുത്താണെന്നാ പറയുന്നത്. പൊട്ടിയത് കൊടുത്താലും വാ, എന്തേലും പറയാൻ പോയി. എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? നിങ്ങക്ക് ശംഖ് കിട്ടിയ? ഒരു അപകട സാഹചര്യത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി. എന്റെ അമ്മമ്മ തന്നതാണ്, അത് പൊട്ടിച്ചോ? ഇവൻ ഈ സാധനം കൊണ്ട് ഒറ്റക്ക് ഓടി, എന്നിട്ട് അത് വലിച്ചേർന്ന് പൊട്ടിച്ച്. ഇതൊരിക്കലും നിങ്ങൾ ഗുണം പിടിക്കലടാ. എന്താ നാട്ടുകാർക്കൊന്നും നിന്നെ ഇഷ്ടമില്ലാത്ത? നീ ഒരു ശല്യമാണോ? നീ ഒരുത്തം കാരണം ഞങ്ങളുടെ കിട്ടുന്ന 20,000 രൂപ പോയത് അറിയാവോ? നിനക്ക് പോയി ചത്തു വിടാ. എനിക്ക് ഒരു കുടുംബമില്ലായിരുന്നു. എല്ലാവരും നോക്കാം, ഞാൻ എനിക്ക് ഇല്ലാത്ത കുടുംബം തിരിച്ചു കിട്ടിയെന്ന് ഓർത്തുപോയി. എനിക്ക് ഇല്ലല്ലോ, എല്ലാം എൻ്റെ തെറ്റാ. ഞാൻ ചില ദിവസങ്ങളിലേക്കൊന്ന് സന്തോഷവാനായി പോയി. എനിക്കെല്ലാരും കൂടെ എനിക്ക് ആരോട് ചെയ്തല്ലോ. നീ കരയാ. എന്നാ ഇപ്പൊ പിടിച്ചോ, ചേച്ചിയുടെ തോട്ടത്തിന്ന് പറിച്ചാ. ശല്യം പിടിച്ചവനാ നീ, എന്നാ ഗതി പിടിക്കല. നീ ശരിക്കും ചാവുന്നതാണല്ലോ. കറക്റ്റാ. 20,000 കിട്ടുമോ? 20,000 കമ്പെല്ലാം പറയും കേട്ടാ. 20,000 വെള്ളത്തിലായി. ഏത് ബ്രാൻഡ് അടിച്ച വെള്ളത്തിലാവേ? അതിന്റെ ഇടയ്ക്ക് ഒരു വളിച്ച കോമഡി. 6 hours later. 2 സഹോദരിമാർക്ക് ആദരാഞ്ജലി. ശ്രീലക്ഷ്മി ചേച്ചിയല്ലേ ഇത്? എന്തു പറ്റിയത്? എടാ ആൽബട്ടെ, നമ്മുടെ ശ്രീലക്ഷ്മി ചേച്ചിയും മറ്റേ ചേച്ചിയും മരിച്ചെന്ന് ഇപ്പൊ കാണുന്നത് ഹൃദയാഘാതം കൊണ്ടാന്ന് പറയുന്നത്. നീ മറ്റേ ചേട്ടനോട് വിളിച്ച് പറ. ചേട്ടാ അറിഞ്ഞോ? മനസ്സിലാവാത്ത ഈ രണ്ടു പേർക്ക് ഇങ്ങനെ ഒരുമിച്ച് ഹൃദയാഘാതം. എനിക്ക് എന്നാ പറഞ്ഞാലും പാവങ്ങളായിരുന്നു. ഇനിയിപ്പോ ശംഖ് കിട്ടാത്തോണ്ട് വല്ല ഹൃദയാഘാതം വന്നാണ്. ശരി കേട്ടോ, ശംഖ് കിട്ടിയില്ലാത്തോണ്ട് ശ്രീലക്ഷ്മി ചേച്ചിക്കും ശംഖ് പോയോണ്ട് ശ്രീലക്ഷ്മി ചേച്ചിയുടെ ഇരട്ടയ്ക്കും. അത് ഞാനങ്ങനെ ഓർക്കയില്ല കേട്ടോ. ക്ലീറ്റസേ, ഞാനൊരു കഥ പറഞ്ഞ നീ കേൾക്കൂ? ഞാൻ ആരാന്നാണ് നീയൊക്കെ വിചാരിച്ചേ? എനിക്ക് ഈ ജീവനുകൾ ഇല്ലാതാക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീ ശ്രീലക്ഷ്മി ചേച്ചിയുടെ കേസുമായിട്ട് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ ശ്രീലക്ഷ്മി ചേച്ചിക്ക് കൊടുത്ത പൂവിൻ്റെ അകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന ഒരു പോയിസൺ ചേർത്ത് സ്മെല്ല് ചെയ്ത അപ്പ അറ്റാക്ക്.
അതിനുശേഷം ശ്രീലക്ഷ്മി ചേച്ചിയുടെ ഇരട്ട ചേച്ചിയുടെ കാപ്പിക്കകത്ത് ഞാൻ പോയിസൺ ചേർത്തു. എന്താന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇങ്ങനെ ആൾക്കാരെ കൊല്ലുമ്പോൾ ഉള്ള സുഖം. ചെറുപ്പത്തിൽ ഞാൻ ഈ മൃഗങ്ങളെയൊക്കെ കഴുത്തിറച്ച് കൊല്ലുമായിരുന്നു. അപ്പൊ അതുകൾ പിടയ്ക്കുന്ന കാണുമ്പോൾ കിട്ടുന്നൊരു മനസ്സുകൊണ്ട് രോമമൊക്കെ എണീറ്റ് നിൽക്കും. ഇടയ്ക്ക് മനുഷ്യരിലോട്ട് കയറാൻ അവർക്ക് രണ്ടുപേർക്കും ഹൃദയാഘാതം ഒന്നും മരിച്ചുകൊണ്ട് എനിക്കങ്ങ് ഫീൽ അങ്ങ് കിട്ടിയില്ല. പക്ഷെ നിന്നെ ഞാൻ ആസ്വദിച്ച് കൊല്ലും. കൊല്ലുമ്പോ കിട്ടുന്ന മനസുഖം ഉണ്ടല്ലോ, വേറൊന്നിനും അത് കിട്ടിയല്ല. എന്നെ കൊല്ലാൻ പറ്റിയോ? ഞാൻ പറയട്ടെ, നിനക്കറിയാം കൊല്ലുമ്പോ കിട്ടുന്ന ആ ഫീല്. നിനക്ക് എന്നെ കുറിച്ച് എന്നാ അറിയാം? എന്റെ വീട്ടുകാര് നീ കേക്ക്, എന്റെ അപ്പനും അമ്മ എന്നെ ചെറുപ്പത്തിൽ അങ്ങ് ഇട്ടിട്ട് പോയി. അവരെന്നെ പരമാവധി അടിച്ചിട്ടുണ്ട്. അവരെന്നെ ഒരു ദിവസം റോട്ടിൽ ഇറക്കി വിട്ടിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 2 പട്ടികളാണ്, സ്ട്രീറ്റ് ഡോഗ്സ്. അവരെ ഞാൻ കറുത്തറുത്ത് കൊന്നു. ഞാൻ കൊന്നു. ഒരു കാര്യം എന്റെ ഭാര്യ, അവള് മരിച്ചുപോയി. അവള് മാത്രമാണ് ഉണ്ടായിരുന്ന വളരെ ഒരാള്. എനിക്കിപ്പോ സ്നേഹമില്ല, എനിക്ക് ആരുടെങ്കിലും സ്നേഹം കിട്ടുന്നില്ല. സ്നേഹം കിട്ടുന്നില്ലാത്തപ്പോ നമ്മൾ എന്ത് ചെയ്യണം? കൊല്ലണം. നിന്നെ ഞാൻ കൊല്ലാൻ പോവാ. നിന്റെ അന്തിയാണ്. ഇവന്റെ ഭാര്യ ഞാൻ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന മരുന്ന് കണ്ടുപിടിച്ചായിരുന്നു. ഇവന് ഇവിടെ കെട്ടിയിടാം, പോലീസിനെ വിളിക്കാം.